നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജൂൺ 30, 2026 ആരാണ് വരുന്നത്. ഇന്ന് തൊട്ട് ജൂൺ 30, 2026 അതിനുള്ളിൽ ആരാണ് വരുന്നത് കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്ര റെസനേറ്റ് ചെയ്താലും ഈ ഒരു ജനറൽ റീഡിംഗ് കണ്ടിട്ട് ഒരു തീരുമാനം ആരും എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. ഈ വന്ന് കേറാൻ പോകുന്ന ആളെ കുറിച്ചിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം ഈ വരാൻ പോകുന്നത് കേട്ടോ. ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ. 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 ഭഗവാനെ ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഭഗവാനെ ഓം നമ ശിവായ. ഒരു കാർഡ് മാത്രമാണ് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് ഈ കാർഡ് വരുമെന്ന്. ഒരു ഷഫിളും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത്രയും കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് വന്നത് നിങ്ങള് ദൈവത്തിന്റെ ഒരു ഇടപെടൽ വേണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും വരുന്നുണ്ട്, ഇനിയും വരും. അത് വരേണ്ട കാര്യങ്ങൾ വരാനുള്ള സമയമാകാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്ന ഡിവൈൻ ടൈമിങ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതിരുന്ന കുറെ കാര്യങ്ങൾ ഓരോന്നിനും ഓരോ സമയം ഉണ്ടെന്ന് പറയും. അപ്പൊ കുറെ പേരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല, നടക്കുന്നില്ല, ഇപ്പോ സമയമാകുമ്പോഴേ ഉള്ളൂ. കുറെ പേരുടെ ജീവിതത്തിൽ ആ സമയം വന്നിട്ടുണ്ട്, ഡിവൈൻ ടൈമിങ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തുടങ്ങും, നിങ്ങൾ കാണാൻ ഇടയാകുമെന്നാണ് പറയുന്നത്. പിന്നെ ഡിവൈൻ വിസ്ഡം, നിങ്ങളുടെ ഇന്നർ വോയിസ്, അത് സിക്സ് സെൻസോ എന്തോ ആയിക്കോട്ടെ, അതിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ തോന്നലുകള്, അപ്പോ അത് ചിലപ്പോ നിങ്ങളെ സഹായിക്കാനുള്ള തോന്നലുകളായിരിക്കാം, നിങ്ങളെ സഹായമായിട്ട് വരാവുന്ന തോന്നലുകളായിരിക്കാം. അതൊന്ന് ശ്രദ്ധിക്കണം, അതിനെ അവഗണിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഭഗവാനെ ഓം നമ ശിവായ. അപ്പോ നമുക്കിനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? ഓം നമ ശിവായ. 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 പലർക്കുള്ള കാർഡാണ് കേട്ടോ, ഒരാളുടെ എനർജി അല്ല ഇത്, പലരുടെ എനർജിയാണ്. ഇവിടെ ഒരു കാർഡ് മറിഞ്ഞ പോലെ തോന്നുന്നു. അപ്പൊ ഇത്രയും കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ്. കുറെ ആളുകളുടെ കാർഡ്സ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എല്ലാം. സാധാരണ ഞാൻ ഇത്രയും കാർഡ് എടുക്കാറില്ല, എന്നാലും നമുക്ക് നോക്കാം, എന്തായാലും വന്നതല്ലേ. അപ്പോ ഇവിടെ ഒരു മോഷ്ടാവിന്റെ കാർഡ് കാണിക്കുന്നുണ്ട്. മോഷ്ടാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ മോഷ്ടിക്കുന്നതല്ല, ഐഡിയാസ് മോഷ്ടിക്കുന്ന, അല്ലെങ്കിൽ വളരെ പക്ഷെ ആ ഒരു ഐഡിയ എനിക്ക് ഇവിടെ വരുന്നില്ല. ഇവിടെ വരുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാള്, എല്ലാത്തിനെയും ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാതെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി ജീവിക്കുന്ന ഒരു എനർജി. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലരും വന്നിട്ടുണ്ടാവാം, പല കാര്യങ്ങൾ കൊണ്ട്, പല ഉപദേശമായിട്ടും പല സാധനങ്ങൾ തരാനായിട്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ നിങ്ങൾ എടുക്കാറുള്ളൂ. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. രണ്ടാമത് അത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. 7 of Swords ആണ്.
പിന്നെ വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വോൺസ് ആണ്. നൈറ്റ് ഓഫ് വോൺസ് അപ്രൈറ്റ് ആണ്, രണ്ടും അപ്രൈറ്റ് ആണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് അല്ല, വോൺസ് ആണ്. നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്ലെയർ എനർജി, കുറച്ച് ഇപ്പോ റിലേഷൻഷിപ്പില് തമാശയ്ക്ക് റിലേഷൻഷിപ്പ് കാണുന്ന ആരോ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോ കാണാൻ വേണ്ടി. എന്ന് വെച്ചാൽ സീരിയസ് അല്ല റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോ ചിലപ്പോ ഒരു വിവാഹിതയോ ആയ ഒരു സ്ത്രീ ആയിരിക്കാം, തൽക്കാലത്തേക്ക് ഒരു എന്റർടൈൻമെന്റിന് ഒരു എനർജി, ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ഇവിടെ വന്നിട്ടുണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്, കുറച്ച് പ്ലെയർ ആയ എനർജിയാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഡെവിൾ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. ഡെവിൾ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി റിലേഷൻഷിപ്പിൽ സീരിയസ് ആകാമെന്ന് വിചാരിക്കുന്ന ഒരാള്. കാരണം ഡെവിള് എന്താ നമ്മളോട് ചെയ്യുക? ഡെവിൾ എപ്പോഴും നമ്മളെ കാണാൻ മോശമല്ലാത്ത ആളുകളായിരിക്കും ഇങ്ങനെ വരുന്നവര്. എന്ന് വെച്ചാല് ഇവര് ഇപ്പൊ വളരെ സൗന്ദര്യമുള്ള പൂക്കളിലേക്കല്ലേ നമ്മൾ ആകർഷകരാകുള്ളൂ. അത് മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അപ്പോ കുറച്ചൊരു ഡെവലിഷ് ഒരു ഇതുള്ളവർക്ക് ഭയങ്കര സൗന്ദര്യമായിരിക്കും എന്നാണ് പറയുന്നത്, ഭയങ്കര ചാമിങ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവര് നമ്മളെ ഉപയോഗിക്കാൻ വരുന്നവരാണ്, നമുക്ക് വേണ്ടി ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരാള് പല പാഠങ്ങളും പഠിച്ച് ഇനി റിലേഷൻഷിപ്പിൽ സീരിയസ് ആകാം, എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിച്ച് വന്നിരിക്കുന്ന ഒരു എനർജിയാണിത്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. ഇവിടെ ടെമ്പറൻസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്ട്രീം ആയിട്ട് ജീവിക്കുന്ന ഒരു എനർജി. എന്ന് വെച്ചാല് ഒരു കാര്യത്തിനും ലിമിറ്റ് ഇല്ല. ഒരു കാര്യത്തിന് ഇപ്പൊ വെള്ളം അടിച്ചാലും ലിമിറ്റ് ഇല്ല, എന്തില്ലെങ്കിലും റിലേഷൻഷിപ്പുകളിൽ കയറിയാലും ലിമിറ്റ് ഇല്ലാത്ത ഒരു എനർജി. മനസ്സിലായോ? അപ്പോ ഒരേ സമയം 6ഉം 7ഉം റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന എനർജീസും ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. ടെമ്പറൻസ് കാർഡാണ്. പിന്നെ ഉള്ളത് വന്നിട്ടുള്ളത് 8 ഓഫ് വോൺസ് റിവേഴ്സ് ആണ്. 8 ഓഫ് വോൺസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് തീരുമാനിക്കാതെ ആലോചിക്കാം എന്നൊരു മൈൻഡിലാണ്. അപ്പൊ ജൂണിനുള്ളിൽ എന്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും നിങ്ങൾ അത് ആലോചിച്ച് തീരുമാനിക്കാം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിക്കുന്നില്ല, കുറച്ചൊക്കെ ഡിലേ ആകും. അതുപോലെ തന്നെ ജൂൺ 30-നുള്ളിൽ തന്നെ ഈ കാര്യം തീരുമാനമാകണമെന്ന് ആഗ്രഹമില്ലാത്ത കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. റിവേഴ്സിലാണ് വന്നേക്കുന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോ ഈ ഒരു എനർജി എന്ത് കാര്യവും ചെന്ന് പടവെട്ടി നേടിയെടുക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് ഒരു എയിം ഇല്ല. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു എയിം ഇല്ല. എന്താണ് ചെയ്യുന്നത്, ചെയ്യുന്നതിന്റെ ഭവിഷ്യത്ത് എന്താണ്, ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഈ വ്യക്തിയെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വ്യക്തി ഇന്ന സമയത്ത് പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് സ്വഭാവം മാറുന്ന ഒരു എനർജിയാണിത്. ഇത് നിങ്ങളുടെ എനർജിയാണ്, ഒരാളുടെ കാണാൻ വന്നിരിക്കുന്ന ഒരാളുടെ എനർജിയാണ്. പിന്നെ പാസ്റ്റിലെ ആരോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു, പാസ്റ്റിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, ആ വ്യക്തി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് കേട്ടോ. പിന്നെ ഇത് ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സെൽഫിഷ് ആണ്. ക്വീൻ ഓഫ് കപ്സ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹിക്കുന്ന, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത എനർജിയാണ്. അത് റിവേഴ്സ് വരുമ്പോ ഈ വ്യക്തി വളരെ സെൽഫിഷ് ആണ്, വളരെ സെൽഫിഷ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ മാക്സിമം എനിക്ക് എന്ത് നേടിയെടുക്കാം എന്ന് മനസ്സ് വെക്കുന്ന ഒരു എനർജിയാണ്. ഇനി ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല, കൊടുത്ത് എനിക്ക് മതിയായി, ഇനി ഞാൻ സ്വീകരിക്കാനാണ് ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു എനർജി. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. പിന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് സ്വേർഡ്സ് ആണ്. 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. വളരെയധികം ആങ്സൈറ്റി ഇഷ്യൂ ഉള്ള, എന്നാൽ റിലേഷൻഷിപ്പ് വേണം, വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം, രാത്രി ഓവർ തിങ്കിങ് ചെയ്യുന്ന, എല്ലാത്തിനെയും പേടിയുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ചെറിയ കാര്യങ്ങൾ പോലും, പകല് നടന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അങ്ങനെ പറയണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു എനർജി. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണിത്. പിന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് ആണ്. 6 സ്വേർഡ്സ് അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടായി. ഈ വ്യക്തിന് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തന്നെ, നിങ്ങളുടെ വായിൽ കിടക്കുന്ന നാക്ക് എന്തിപ്പോ പ്രയോഗിക്കണം, എന്ത് പറയണം, ആരോട് പറയണം എന്ന് വിചാരിക്കാതെ പറയുന്നത് കൊണ്ടുള്ള പ്രശ്നം. അപ്പൊ അതെല്ലാം, ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞൊതുക്കി, ജൂൺ 30-ഓടുകൂടി പറഞ്ഞൊതുക്കി നല്ല സമാധാനപരമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്, എന്ന് വെച്ചാൽ ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരാള്. പിന്നെ ഉള്ളത് ഏസ് ഓഫ് സ്വേർഡ്സ് ആണ്. ജൂൺ 30-നുള്ളിൽ നിങ്ങളെ
ഈ വ്യക്തിയോട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് വരുന്നത് ജൂൺ 30-നുള്ളിൽ, ആ വ്യക്തിയോട് സമാധാനപരമായി കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കണം. വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് പുതിയൊരു സംസാരം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത്, പീസ്ഫുൾ ആയിട്ട്. അപ്പോ ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആള് പോയതായിരിക്കാം, തിരിച്ചു വരുന്നതായിരിക്കാം. അപ്പൊ അവരോട് ഇനി ഉണ്ടാക്കരുത്, അതിനുള്ള സംസാരം ഉണ്ടാകരുത്. എന്റെ സൈഡിൽ നിന്ന് വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സംസാരമായിരിക്കണം ഉണ്ടാകേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാള്. പിന്നെ ഇവിടെ ഹെയറോഫാൻ റിവേഴ്സ് ആണ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ടോറസ് സോഡിയക് സൈൻ ആണ്, റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ എർത്ത് സയൻസ് പൊതുവെ വളരെ ട്രഡീഷണലും വളരെ ഡിസിപ്ലിൻഡും വളരെ കൾച്ചറിനെ വളരെ ഫോളോ ചെയ്യുന്നതും ആളുകളാണ്. പക്ഷെ റിവേഴ്സ് വരുമ്പോൾ ഇത് ട്രഡീഷണൽ കാർഡാണ്. ഇതിപ്പോ നിങ്ങളൊരു ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് വിവാഹത്തിന്റെ കാർഡാണ്. ട്രഡീഷനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് അങ്ങനത്തെ ആളുകൾ നേരെ റിവേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഒരാളോട് ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഡിവോഴ്സ് ആഗ്രഹിച്ച് പുതിയൊരു റിലേഷൻഷിപ്പ് വന്നു കയറാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഡിവോഴ്സ് നടത്തണം. അപ്പൊ ജൂൺ 30-നുള്ളില് വന്ന് കയറുന്ന ആളുമായിട്ട് ഒരു വിവാഹം നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. വിവാഹം കഴിഞ്ഞാലും ആരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചാലും ഞാൻ സ്വന്തം കാലിൽ നിൽക്കും, ഞാൻ സമ്പാദിക്കുന്ന പൈസ എന്റെയാണ് എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയും കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്. അപ്പൊ ഇതാണ് ഇവിടെ റീഡിംഗ് കാണാൻ വന്നിരിക്കുന്നവരുടെ കുറെ പേരുടെ എനർജി. ഇനി ആരാണ് ജൂൺ 30-നുള്ളില് 2026-നുള്ളില് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓം നമഃ ശിവായ. ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യത്തെ കാർഡ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരു എനർജിയാണ്, വളരെ സ്റ്റേബിൾ ആണ്. മനസ്സ് സെറ്റ് ആണ് ഇവരുടെ. ഒരു കാര്യം കൊണ്ടും ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവർ മാറ്റില്ല, തീരുമാനങ്ങൾ മാറ്റില്ല. ആര് ഇൻഫ്ലുവൻസ് ചെയ്താലും ഇവർ മാറ്റില്ല. അങ്ങനത്തെ എനർജിയാണ്. അപ്പൊ വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി ജൂൺ 30-നുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രിക്റ്റ് ആയ ഒരാളാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു എനർജിയാണ്, സിംഗിൾ എനർജി ആണെന്നാണ് കാണിക്കുന്നത്. ഓൾറൈറ്റ്. അടുത്ത കാർഡ് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരാള്, എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാതിരുന്ന ഒരാള്. ചിലപ്പോ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വന്നിട്ട് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇറങ്ങിപ്പോയ ഒരാളായിരിക്കും ഈ തിരിച്ചു വരുന്നത്. ഇപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിൽ കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഈ വ്യക്തി എടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വളരെ ഇമോഷണൽ ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. മൂന്നാമത്തെ കാർഡ് 3 ഓഫ് കപ്സ് ആണ്. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണ്. വളരെയധികം നല്ല റിലേഷൻഷിപ്പുകൾ കൂടുതലും ഫ്രണ്ട്ലി ആയിരിക്കും. ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഹസ്ബൻഡ് വൈഫും ആരാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ജൂൺ 30-നുള്ളിൽ നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്ന ആരോ ഒരാൾ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കണക്കാക്കായിരുന്ന ഒരാള് നിങ്ങളുടെ ലവറായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവര് നിങ്ങളോട് പ്രപ്പോസ് ചെയ്യും, കാര്യങ്ങൾ തുറന്നു പറയും. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. പിന്നെ 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻസും വന്ന് കയറാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ കുറെ നാൾ ട്രൈ ചെയ്തിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാതിരുന്ന കുറെ പേര് ചിലപ്പോൾ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇവിടെ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന കുറെ ആളുകൾ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കുറെ റിലേഷൻഷിപ്പ്, ഒരാളുടെ കുറെ റിലേഷൻഷിപ്പ് അല്ല, പലരുടെ പല റിലേഷൻഷിപ്പുകൾ, അത് ഒരു സൗഹൃദത്തിൽ വന്നെത്താൻ ചാൻസ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ ചാൻസ് ഉണ്ട് ജൂൺ 30-നുള്ളിൽ. അപ്പോ എന്താ പറയാ, ഒരു യോജിപ്പോടെ മുമ്പോട്ട് പോകണം എന്നൊരു ചിന്ത ആരുടെയൊക്കെയോ മനസ്സിൽ വന്നിട്ട് അവര് നിങ്ങളുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ഒരു ഡിസിഷൻ എടുക്കും ജൂൺ 30-നുള്ളിൽ. പിന്നെയുള്ളത് 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്.
ഇവിടെ ചിലര് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ലോങ് ടേം പ്ലാൻ ഒന്നും ഇല്ലാതെ വെറുതെ തമാശയ്ക്ക് വരുന്നവരാണ്. ഓക്കെ, പോകുന്നത്രയും പോകട്ടെ എന്ന് വിചാരിച്ച് വരുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ മനസ്സില്ല. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയുള്ളവരെ സ്വീകരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഈ വ്യക്തിക്ക് ലോങ് ടേം പ്ലാൻ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, വേറൊരു ആള് വരുന്നത് ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. മെജോറിറ്റി ആൾക്കാർക്കും ഇവര് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ഇവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാത്തിലും സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ നമുക്ക് കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കും അവര്. അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷെ വളരെ സത്യസന്ധയായ, വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ്. വളരെ ലോയൽ ആയിരിക്കും. നിങ്ങളോട് വളരെ ആത്മാർത്ഥതയുള്ള എനർജി ആയിരിക്കും ഇവര്. അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. ഇവര് മാരീഡ് ആണ് കേട്ടോ. അപ്പോ പിന്നെ ഇതൊരു സ്ത്രീയോ പുരുഷനോ ആകാം. പിന്നെ വരുന്നത് 8 ഓഫ് പെന്റക്കിൾസ് ആണ്. 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാല് ജോലിയോട് ഭയങ്കരമായ ആത്മാർത്ഥതയുള്ള ഒരാളാണ്. അപ്പോ ജോലിയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണത്. അപ്പൊ ഇവര് മെജോറിറ്റി ഒരു വർക്കഹോളിക് ആവാൻ വഴിയുണ്ട്. അപ്പോ ചിലപ്പോ നിങ്ങൾക്ക് അതിനായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് കരിയർ ആണ് ഇമ്പോർട്ടന്റ്. കൂടുതൽ സമയം ഓഫീസിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എപ്പോഴും അവരുടെ ജോലി ഇംപ്രൂവ് ചെയ്യണം. എന്റെ ഈ ജോലി ഇംപ്രൂവ് ചെയ്യണം, ഇതിലും ബെറ്റർ ആക്കണം, ഞാൻ ഇതിലും ബെറ്റർ ആക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വളരെ ഒരേപോലെ തരത്തിലുള്ള ജോലി ചെയ്യുന്നു. ഇപ്പൊ ഒരു എന്ത് ജോലിയാണ് മൊണോട്ടണസ് ആയ ഒരു ജോലി. കാലത്തെ ചെല്ലുന്നു, ടൈപ്പ് ചെയ്യുന്നു, വൈകുന്നേരം ഇറങ്ങിപ്പോകുന്നു, പിറ്റേ ദിവസം ചെല്ലുന്നു, ടൈപ്പ് ചെയ്യുന്നു. എന്ത് ജോലിയാണെങ്കിലും, അല്ലെങ്കിൽ IT പ്രൊഫഷണൽ ആയിരിക്കാം, എന്തായാലും വ്യത്യാസമില്ലാത്ത ജോലി ചെയ്യുന്ന ഒരാൾ. ചിലപ്പോൾ ഒരു കശാപ്പുകാരനായിരിക്കാം, കശാപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം. എല്ലാം ജോലിയാണ് അല്ലെ. ജീവിക്കാൻ വേണ്ടി നമ്മൾ വയറ് നിറക്കാൻ, നമ്മളുടെ വീട്ടുകാരെ നോക്കാൻ നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയും അതുപോലത്തെ എന്തോ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണത്. വേറൊരു ഗുണം ഇവരുടെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബോറടിക്കില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതം ഒരേപോലെ പോകുമ്പോ ഒരു വ്യത്യാസമില്ല. കാലത്ത് നിങ്ങൾ എഴുന്നേൽക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുന്നു, രണ്ടുപേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, രണ്ടുപേരും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അതേപോലെ രാത്രി ഭക്ഷണം. അപ്പൊ ഒരേപോലെ മൊണോട്ടണി, ഒരു വ്യത്യാസമില്ലാത്ത ജീവിതമാണെങ്കിലും ഈ വ്യക്തിക്ക് ബോറടിക്കില്ല. ഈ വ്യക്തി ആരെയും ഉപേക്ഷിക്കില്ല. അതിൽ പിന്നെയും ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ. സ്റ്റെബിലിറ്റി. പിന്നെയുള്ളത് ടോറസ് വെർഗോ കാപ്രിക്കോൺ തന്നെയാണ്. ഇത് 6 ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ 2 ഫാമിലിക്ക് ചെലവിന് കൊടുക്കുന്ന ഒരാളായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ള ഒരാളായിരിക്കാം. അപ്പൊ നിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളെയും കൂടെ ഇവരുടെ ജീവിതത്തിലേക്ക് ചേർക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവര് എന്താ പറയാ, എത്രത്തോളം ഡിപ്പെൻഡബിൾ ആണെന്ന് അറിയില്ല. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. പക്ഷെ ഇവർക്ക് ഒരാള് മാത്രമായിട്ട് റിലേഷൻഷിപ്പ് പറ്റില്ല. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെയുള്ളത് 10 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. കല്യാണം കഴിച്ച് കുട്ടികളുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണ് ജൂൺ 30 നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇവര് പക്ഷെ ശിഥിലമായ ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഹാപ്പി അല്ല ഇവര് ഫാമിലിയിൽ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവർ വരുന്നത്. അങ്ങനെ ഒരു എനർജിയും കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കൂടുതലും എർത്ത് സൈൻ ആണ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വാട്ടർ സൈനും ഒരു അക്വേറിയസും ഒരു എയർ സൈനുമേ ഉള്ളൂ കാർഡ്സ്. വെച്ചാല് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഉണ്ട്. പിന്നെ അക്വേറിയസ്, ലിബ്ര, ജെമിനി. വാൺ സൈൻസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഫയർ സൈൻസ് ഒന്നും ഈ റീഡിങ്ങിൽ വന്നിട്ടില്ല. അത് വന്നുകൂടാന്നില്ല, നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല എന്ന് മാത്രം, ഈ റീഡിങ്ങിൽ വന്നിട്ടില്ല എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് നിങ്ങൾ ശീലിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എല്ലാവരെയും സ്വീകരിക്കണമെന്നില്ല. നിങ്ങളുടെ ബ്രെയിൻ ജഡ്ജ്മെന്റ് കാർഡാണ്. നിങ്ങൾ ബ്രെയിൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ സിറ്റുവേഷൻ ഏതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അത് മാത്രം സ്വീകരിക്കുക. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക്
നിങ്ങൾ എന്തിനാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് ആരെയാണോ വേണ്ടത് അവരെ മാത്രം സ്വീകരിക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്കോർപിയോ സോഡിയക് സൈൻ ആണ്. എല്ലാവരും വിളിച്ച് ഈ ജൂൺ മാസത്തിൽ പല പഴയ ആളുകൾ ഇപ്പൊ റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങളെ ഉപേക്ഷിച്ചത്, നിങ്ങളെ അവരുപേക്ഷിച്ചത്, അങ്ങനെയുള്ള ആളുകളും വന്ന് കയറാൻ ഇടയുണ്ട്. അപ്പോ നിങ്ങൾ പാസ്റ്റിലെ എക്സ്പീരിയൻസ് കൊണ്ട് എന്ത് പാഠമാണ് പഠിച്ചത്, അവരുടെ കൂടെ ജീവിച്ചാൽ എന്താണ് പ്രശ്നം, എന്താണ് നല്ലത് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അതനുസരിച്ച് വേണം പെരുമാറാനെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന തീരുമാനം നിങ്ങളുടേതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ സ്കോർപിയോ ആണിത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ജൂൺ 30-നുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. അപ്പോൾ സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.